ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീദൂസ് ഡ്രീം വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. മണി പ്ലാന്റ് എങ്ങനെ കെയർ ചെയ്യാം, പോട്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്ന മണി പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ പോത്തോസിൻ്റെ ഒരു മെയിൻ വെറൈറ്റി ആണ്. ഇത് സാധാരണ ഗോൾഡൻ പോത്തോസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടാനും പടർത്താനും ഇതുപോലെ ചെറിയ ചെറിയ പോട്ടിൽ വളർത്താനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പോത്തോസ് ഇത് തന്നെയാണ്. കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഈ മണി പ്ലാന്റിൻ്റെ പേര് എൻജോയ് പോത്തോസ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ മനോഹരമായിട്ടുള്ള ചെറിയ ചെറിയ ഇലകളും അതിൽ തന്നെ വെള്ളയും പച്ച കളറും ചേർന്നിട്ടുള്ള മനോഹരമായ ഇലകളാണ് ഇതിനുള്ളത്. ഇത് മണി പ്ലാന്റിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് മാർബിൾ ക്വീൻ പോത്തോസ് എന്നാണ്. ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ഇതിൻ്റെ ഇലകൾ കണ്ടോ, വളരെ മനോഹരമായിട്ടാണ് കാണാൻ. വളരെ പെട്ടെന്ന് തന്നെ വളരുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മണി പ്ലാന്റിനെക്കാട്ടി വളരെ ഫാസ്റ്റായിട്ട് ഇത് വളരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത്, ഈ മാർബിൾ ക്വീൻ എന്ന് പറയുന്നത്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് നിയോൺ പോത്തോസ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യെല്ലോ കളറായിട്ടുള്ള ലീവ്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സൺലൈറ്റിൽ വെച്ചാലും ഇല്ലെങ്കിലും ഇതിന് എപ്പോഴും യെല്ലോ കളർ തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ വളരെ മനോഹരമാണ് ഇതിൻ്റെ ഇലകളും കാണാൻ തന്നെ. ഈ പ്ലാന്റ് ഞാൻ നട്ടിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ, കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഈ മണി പ്ലാന്റിൻ്റെ പേര് സിൽവർ മണി പ്ലാന്റ് എന്നാണ്. ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഈ മണി പ്ലാന്റിൻ്റെയും പ്രത്യേകത. വളരെ മനോഹരമായിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ എങ്ങനെയാണ് മണി പ്ലാന്റ് പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു തണ്ട് മണി പ്ലാന്റ് എടുത്തിട്ട് നമുക്ക് വേര് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. വേര് ഇല്ലെങ്കിലും പ്രശ്നമില്ല, കാരണം മണി പ്ലാന്റിന് വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതാണ്. ഇങ്ങനെ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള വേരെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ നല്ല ഒരു ഭംഗിയിലാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് എങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതുപോലൊരു ചെറിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചാണകപ്പൊടിയുടെ പകുതി ചകിരിച്ചോറ് എടുത്താൽ മതിയാവും. അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് പോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പോട്ടി മിക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കയറി നോക്കിയാൽ മതിയാവും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ തണ്ട് എടുത്ത് നന്നായിട്ട് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് ഫില്ല് ചെയ്ത രീതിയിൽ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്നു വരുമ്പോഴും ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ മണി പ്ലാന്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ഇതൊരു ഫിഷിനെയൊക്കെ ഇടുന്ന ഒരു ബൗളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ഫിഷിനെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നല്ല കല്ലൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ എൻജോയ് പോത്തോസാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പോത്തോസിനെ തന്നെ ഹാങ് ചെയ്യുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പോട്ടിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇതിലും ഞാൻ എൻജോയ് പോത്തോസിനെ തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കിളിച്ചിരിക്കുന്നതാണ് തന്നെ വളരെ ഭംഗിയാണ്. ഇതെന്ന് പറയുന്ന ഒരു വലിയ പോട്ടിൽ ഇങ്ങനെ ഗോൾഡൻ പോത്തോസ് നട്ടിട്ട് ഒരു കയറിലൊക്കെ കെട്ടി ഇങ്ങനെ മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ ആണ്. സിറ്റ് ഔട്ടിൻ്റെ ഒരു കോർണറിലായിട്ട് ഇത് നട്ടിട്ട് മുകളിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ട്. ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇനി മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു കോർണർ ടേബിളാണ്. സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കോർണർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പടിയിലും ഓരോ വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ദൂരക്കാഴ്ചയ്ക്കാണെങ്കിലും വളരെ മനോഹരമാണ്. നമുക്കിങ്ങനെ കോർണർ ടേബിളിലും മണി പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിലാണ് കേട്ടോ. സ്റ്റെയർ കേസിലെ ജനലിലാണ്. അപ്പോൾ ഇത് ഞാൻ കയറി പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു കുപ്പിയിൽ ലക്കി ബാമ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നീട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സ്റ്റെയർ കേസിൻ്റെ ഒരു ജനലിലാണ്. ജനലിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ പടർത്തി മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. പുറത്തു നിന്നാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്, അകത്തു നിന്നാണെങ്കിലും ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കിച്ചണിൻ്റെ ജനലാണ് കേട്ടോ. ജനലിലെ ഒരു മൂലയിൽ ഇങ്ങനെ ഒരു പോട്ടിൽ പ്ലാന്റ് ചെയ്തിട്ട് ഈ ജനൽ ഫുള്ളായിട്ട് പടർത്തി ഇട്ടിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് കാണാനും അകത്തുനിന്ന് കാണാനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് രാവിലെയൊക്കെ എണീറ്റ് വന്നിട്ട് ജനലിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പ്, നല്ല ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ അടുക്കളയിലെ ജനൽ എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് കേട്ടോ. അപ്പോൾ തെക്ക് കിഴക്കേ മൂലയ്ക്ക് വളരെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ ഉണ്ടാവും എന്നാണ് പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആധികാരികമായിട്ട് എനിക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ഈ ജനലിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ ഇങ്ങനെ ടീപ്പോ ഉണ്ടെങ്കിൽ ടീപ്പോയുടെ പുറത്തൊക്കെ നമുക്ക് ഒരു ചെറിയ പോട്ടിലാക്കിയിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കി കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.